തങ്കച്ചി 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 ഇതൊരു 18+ മൂവിയാണ്. ഹലോ ഹായ് വണക്കം മക്കളെ വണക്കം. അങ്ങനെ ഇന്ന് റായൻ എന്ന് പറയുന്ന സിനിമയാണ് കണ്ടത്. സോ പവർ പാണ്ടി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം ധനുഷ് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയാണ്. സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു നാടൻ ടച്ച് പിടിച്ച് അല്ലെങ്കിൽ ഒരു ഡാർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ പിടിച്ചു പോയിട്ടുള്ള ഒരു സിനിമ. ഇതിന്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. ഒപ്പം തന്നെ ഇതിനകത്ത് സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്ന ഒരു പടമാണ്. അപ്പം നമ്മൾ വിചാരിക്കും തമിഴാകുമ്പോൾ പാസം ഉറപ്പാണല്ലോ. സോ ആ പാസം ഇവിടെ വർക്കായിട്ടുണ്ട്. പക്ഷേ പാസത്തിനെ ഒരുമാതിരി കണാകുണാക്കുന്ന പരിപാടി ഇതിനകത്തില്ല. നൈസായിട്ട് ആ പാസം വർക്ക് ചെയ്തിട്ടുണ്ട്. ആവശ്യമുള്ളിടത്ത് മാത്രം പാസം, ആവശ്യമില്ലാത്തടത്ത് പാസത്തിന്റെ ആവശ്യമില്ല. അത് വളരെ വൃത്തിയായിട്ട് റൈറ്റർ ധനുഷ് നന്നായിട്ടത് ചെയ്തു വെച്ചിട്ടുണ്ട്. സോ തിരക്കഥ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നോർമലി സ്ട്രൈറ്റ് ആയിട്ട് കഥ പറയുന്ന ഒരു സ്റ്റൈല് തന്നെയാണ്. വലിയ പുതുമകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ ഈ കഥ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരു വമ്പൻ ഫ്ലോപ്പിനുള്ള എല്ലാ ചാൻസും അതിനകത്തുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു സ്റ്റോറി ലൈൻ, നമുക്ക് ചിലയിടങ്ങളിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോറി ലൈൻ, ആ സംഭവങ്ങളെയൊക്കെ തന്നെ എടുത്ത് അതുപോലെ വെച്ചിട്ട് ആ ഒരു സംഭവങ്ങളെ കണക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന രീതി, അത് ട്രീറ്റ് ചെയ്ത രീതിയാണ് ഈ സിനിമയെ നന്നായിട്ട് ഒരു ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിച്ചത്. ഫസ്റ്റ് ഹാഫ് വരേക്കും നൈസാണ്. അതായത് കഥാപാത്രങ്ങളെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരിക, ആ കഥാപാത്രങ്ങളെ നൈസായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ട് ഓരോരോ കഥാപാത്രങ്ങളുടെ സ്വഭാവങ്ങളും വളരെ നൈസായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്ത് ഇയാൾ ഇങ്ങനെയാണ് ഇയാൾ ഇങ്ങനെയാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്ന് പിന്നീട് അങ്ങോട്ട് ചെറുതായിട്ട് ഇങ്ങനെ കത്തി 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 കയറാൻ തുടങ്ങും. ആ ഒരു കാര്യത്തിൽ ധനുഷ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. വെറുതെ ചളമാക്കാതെ ആ കഥയ്ക്കും ആ കഥാപാത്രങ്ങൾക്കും വളരെ ആവശ്യമായ പോഷൻ മാത്രം കൊടുത്ത് നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ധനുഷ്, തുഷാര വിജയൻ, SJ സൂര്യ, സുന്ദീപ് കൃഷ്ണ, കാളിദാസ് ജയറാം, സെൽവരാഘവൻ, പ്രകാശ് രാജ്, വരലക്ഷ്മി ശരത് കുമാർ, ദിവ്യ പിള്ളൈ, അങ്ങനെ തുടങ്ങി ഒരു നല്ല താരനിരയുള്ള ഒരു സിനിമയാണ്. സോ ഇവർക്ക് എല്ലാവർക്കും പെർഫോം ചെയ്യാനുള്ള ഏരിയാസ് നല്ല നൈസായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളിൽ ഒരെണ്ണമാണ് ഈ സുന്ദീപിന്റെ. സുന്ദീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വഴിയെ പോത വള്ളികൾ പിടിച്ചുകൊണ്ട് വരുന്നൊരു ക്യാരക്ടർ. ആ വള്ളികൾ എങ്ങനെയെങ്കിലുമൊക്കെ സോൾവ് ചെയ്യലാണ് ധനുഷിന്റെ പണി. സോ ഇവരുടെ ഒരു കുടുംബത്തിന്റെ ബോണ്ടിങ് എങ്ങനെയാണെന്നുള്ളത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നുണ്ട്. അവിടെ ഒരു പയ്യനുണ്ട്, അതായത് ധനുഷിന്റെ കുട്ടിക്കാലം അഭിനയിച്ചൊരു പയ്യൻ. അവൻ കിടിലമാണ് കേട്ടോ, അവൻ അടിപൊളിയാണ്. അവന്റെ പെർഫോമൻസ് ഗംഭീരമാണ്, ഒന്നും പറയാനില്ല. ആ പയ്യന്റെ പേര് എനിക്കറിയില്ല, പക്ഷെ പോളി പെർഫോമൻസ് ആണ്, സൂപ്പർ. അവൻ ഇനിയും നല്ല നല്ല ക്യാരക്ടേഴ്സ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവൻ കിടിലമായിട്ട് ചെയ്യും. അത്ര അടിപൊളിയായിട്ട് ആ പയ്യൻ ആ ക്യാരക്ടറിനെ ഗംഭീരമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ധനുഷിന്റെ ഏരിയാസിലോട്ട് വരുമ്പോഴത്തേക്ക് ധനുഷിന്റെ പെർഫോമൻസ് വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഒരു ഇൻട്രോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങേരുടെ ഒരു പടത്തിൽ അങ്ങേർക്ക് വേണമെങ്കിൽ എന്ത് തരത്തിലുള്ള ഇൻട്രോ ആണെങ്കിലും സെറ്റ് ചെയ്യാം. പക്ഷെ ബാക്കിയുള്ളവർക്കൊക്കെ നൈസ് ഇൻട്രോ കൊടുത്ത്, ഇപ്പൊ കാളിദാസ് ജയറാമിനാണെങ്കിലും സുദീപിനാണെങ്കിലും ഒക്കെ നൈസ് ഇൻട്രോ കൊടുത്തിട്ട് പുള്ളിക്കാരന് വെറും സിമ്പിളായിട്ടുള്ള ഒരു കിച്ചണിൽ നിൽക്കുന്ന ഒരു സീനിലാണ് നൈസ് ഇൻട്രോ കൊടുത്തിരിക്കുന്നത്. ആ കാര്യമൊക്കെ വളരെ സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്ന് പറയുന്ന രീതിയിൽ പ്രസന്റ് ചെയ്ത് വെച്ചിട്ട് ഈ റായൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നൊരു ഏരിയ ഉണ്ട്. ആ ഏരിയ, അതായത് ഇൻട്രോലിൻ്റെ ആ പോർഷൻ എത്തുമ്പോഴത്തേക്ക് ഈ ക്യാരക്ടർ എന്താണെന്നുള്ളത് ഗംഭീരമായിട്ട് കാണിക്കുന്നുണ്ട്. അത് കിടിലമാണ്. മാസ് കാണിക്കാൻ വലിയ ആക്ഷൻ സീക്വൻസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. രണ്ട് സിമ്പിൾ ഡയലോഗ് മാത്രം മതി എന്നൊക്കെ കാണിച്ചു തരുന്നൊരു സീനാണ്. അതുപോലെ തന്നെ SJ സൂര്യ, പുള്ളിക്ക് ഇതിനകത്ത് വലുതായിട്ടൊന്നും ചെയ്യാനില്ല, പക്ഷെ ചെയ്യാനുള്ള ഏരിയ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ടത് തുഷാര വിജയനാണ്. പൊളി, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുഷാരയ്ക്ക് കിട്ടിയ ഏരിയ തകർത്തടുക്കിയിട്ടുണ്ട്. ആ സീനും അതിന് കണക്ട് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യങ്ങളും തുഷാരയുടെ പെർഫോമൻസും അവിടെ വരുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം കൂടെ അങ്ങോട്ട് സെറ്റ് ആകുമ്പോഴത്തേക്ക് അടിപൊളി. അതങ്ങനെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ഒരു ഘടകമാണ് സ്നേഹം അല്ലെങ്കിൽ പാസം എന്ന് പറയുന്ന ഒരു സാധനം. അതിനെ ആവശ്യത്തിന് മാത്രം, അല്ലാതെ ഇങ്ങനെ ചുമ്മാ തങ്കച്ചി തങ്കച്ചി തങ്കച്ചി. ഈ നമ്മുടെ ബന്ധങ്ങളുടെ ഒരു വാല്യൂ കറക്റ്റായിട്ട് ആവശ്യമുള്ള ഏരിയാസിൽ മാന്യമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ സ്റ്റണ്ട് കൊറിയോഗ്രഫിയാണ്. പൊളിയാണ് കേട്ടോ, അടിപൊളിയായിട്ട്. ആ വയലൻസിനാണെങ്കിലും അതുപോലെ തന്നെ ധനുഷിന്റെ കയ്യിലൊരു സാധനം ഇരിപ്പുണ്ട്. ആ സാധനം വെച്ചിട്ടേ പുള്ളിക്കാരൻ പിന്നെ പണി നടത്താറുള്ളൂ. ആ സാധനമൊക്കെ വെച്ചിട്ട് കൊണ്ടുവരുന്ന കുറേ സംഭവങ്ങളും, പിന്നെ അതുപോലെ തന്നെ ഒരു നൈറ്റ് ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. ആ ഫൈറ്റ് സീക്വൻസിൽ 1-2 ഷോട്ട്സുകളൊക്കെ കൊണ്ടുവന്ന് ധനുഷിനെ ഇങ്ങനെ ചാർജ് ചെയ്ത് ഇങ്ങനെ വെക്കുന്ന ഷോട്ടുകളൊക്കെ ഗംഭീരമാണ്. പിന്നെ ഇതിനകത്ത് ഫുൾ ഒരു റെഡ് ആൻഡ് ആ ഒരു ടൈപ്പ് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു വിഷ്വൽസിനൊക്കെ കിട്ടുന്ന ഒരു ബ്യൂട്ടി ഭയങ്കര രസമാണ്. പിന്നെ AR റഹ്മാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒരു രക്ഷയില്ല, അണ്ണൻ തകർത്തടുക്കിയിട്ടുണ്ട് എന്ന് പറയണം. കാരണം
റഹ്മാൻ പോയി, റഹ്മാൻ ഔട്ടായി എന്നൊക്കെ പറയുന്ന ആൾക്കാരുടെ മുമ്പിലോട്ട് അങ്ങേരെ നാളിച്ച് വെച്ചൊരു ഐറ്റമാണ്. എസ്പെഷ്യലി ഇതിന്റെ ക്ലൈമാക്സ് ഏരിയാസിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കുള്ള ഒരു തമിഴ് കൾച്ചർ പിടിച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് അടിയുണ്ട്. എൻ്റെ മോനെ അടിച്ചടിച്ചടിച്ചടിച്ച് കയറൊക്കെ ഉണ്ട്. ആ ബീറ്റ്സും ആ വിഷ്വൽസും എല്ലാം കൂടെ ചേരുമ്പോൾ ടോട്ടലി നമ്മുടെ മനസ്സ് അത് നിറയും. അതാണ് അവിടെ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗുണം. പിന്നെ ഇതിനകത്ത് തിരക്കഥയിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റോറി പറയുന്ന ഒരു സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പലയിടങ്ങളിലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ മനസ്സിലിങ്ങനെ ഊഹിക്കുമ്പോൾ പല കാര്യങ്ങളും ഞാൻ ഊഹിച്ചത് തന്നെയാണ് സംഭവിച്ചത്. സോ അതിനെല്ലാം അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് ചിലയിടങ്ങളിൽ നൈസായിട്ട് ചില ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഉണ്ട്. അത് പൊളിയാണ്. ആ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വേണമെന്നെടുത്ത് എന്താണ് വേണ്ടത്, വേണ്ടാത്തടുത്ത് ഒന്നും വേണ്ടടാ എന്ന് പറഞ്ഞിട്ട് കയറി അട്ടിക്കുന്ന കുറെ പരിപാടികളുണ്ട്. അത് ഒന്നുമില്ല. സോ ഒരു കാര്യം പറയാം, ഇതൊരു 18+ മൂവിയാണ്. വയലൻസും അതുപോലുള്ള രംഗങ്ങളും ഒക്കെ വളരെ കൂടുതലാണ്. തിയേറ്ററിലോട്ട് കുട്ടികളുമായിട്ടൊന്നും പോവാതിരിക്കുക. മുമ്പും ഇരൈവൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ കേസിലും ഞാൻ ഇതേ കാര്യം പറഞ്ഞാണ്. ഇന്നും തിയേറ്ററിൽ അതേ കാഴ്ച തന്നെ കണ്ടു. എന്താണ് ഇവർക്കൊക്കെ ഒന്നും മാറ്റം വരാത്തതെന്ന് എനിക്കറിയില്ല. എനിവേ, ഇൻ ഷോർട്ട് മല്ലു ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന റേറ്റിംഗ് 3.5 ഔട്ട് ഓഫ് 5 ആണ്. തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റുന്ന ഒരു വൺ ടൈം വാച്ചബിളിന് പറ്റിയ എബവ് ആവറേജ് ആക്ഷൻ ത്രില്ലർ പാക്ഡ് മൂവിയാണ് റായൻ. സോ ധനുഷ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ ഈ കാര്യത്തിൽ നൈസായിട്ട് വിജയിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങൾ വ്യക്തിപരമാണ്. സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് വിലയിരുത്തുക. അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന ഈ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യാൻ മറക്കരുത്. സോ പുതിയ വീഡിയോസും റിവ്യൂസും റോസ്റ്റിംഗ് ഒക്കെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയ വീഡിയോസോട്ട് വീണ്ടും കാണാം. അതുവരേക്കും